കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നതായിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അമൃത. വേറെ എന്താണ് നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? എന്തായിരിക്കും? അതായത് ഒരു കല്യാണം എന്നൊക്കെ ഉള്ള ഒരു സംഭവം. കുട്ടി ഇതിന്റെ ടൈം കിട്ടുമെന്തോ. എവിടെയോ ഒരു പ്രണയമില്ലേ? ശരിക്കും കല്യാണത്തെ പറ്റി അല്ലെങ്കിൽ കല്യാണം ഈ അടുത്തുണ്ടോ? 2026 മേ ബി കാണുമായിരിക്കും. എന്നെ അങ്ങനെ ഒരു പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. അതെന്തായിരിക്കും? അതുള്ള അച്ഛന്റെ പേര് നിങ്ങൾ ചോദിച്ചില്ല? മുണ്ടക്കൽ ശേഖരൻ. ശരിക്കും ഞാൻ ചോദിക്കാം, ഇത്രയൊക്കെ ഗ്ലാമറുള്ള ഒരു കൊച്ചിനെ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ കാര്യം പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞവരൊക്കെ അവളെ പരിചയപ്പെടുമല്ലോ. അതാണ് കാര്യം. അതെന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? അല്ല, അങ്ങനെ പ്രപ്പോസ് അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ തളരും. ഇവളെ എന്ത് ചെയ്ത് ഇമ്പ്രസ് ചെയ്യുമെന്ന് അവനെ. കഴിക്കാൻ വിളി വരൂല, പാട്ട് ഇഷ്ടമല്ല, ഡാൻസ് ഇഷ്ടമല്ല, പടം വരയ്ക്കാൻ ഇഷ്ടമല്ല, ഒന്ന് അവൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. മറ്റേ ബാറ്ററി അമൃത. ഇപ്പൊ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് ഒരു അഭിനയിക്കാൻ വരുന്നു അല്ലേ? അപ്പൊ ഈ അഭിനയിക്കാൻ ഫസ്റ്റ് വിളിച്ചപ്പോ നമുക്ക് ശരിക്കും തോന്നുമല്ലോ നമ്മൾ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ ചെയ്ത അങ്ങനെ ശരിക്കും എന്ത് ധൈര്യം ശരിക്കും ആ ടൈമിൽ? എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ ട്രാക്ക് നോക്കിയാൽ ഞാൻ ആദ്യം കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വെച്ച് ഞാൻ ഡിഗ്രി ഒന്നും ജയിക്കില്ല. അതുകൊണ്ട് നേരെ പോയി ഫ്രാങ്ക്ഫിൽ, അതൊക്കെ പറയാം, ഫ്രാങ്ക്ഫിനിൽ ജോയിൻ ചെയ്ത് പഠിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ച് ഫ്രാങ്ക്ഫിനിൽ കയറി. ഞാനിപ്പം എനിക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ വെച്ച് ഫ്ലൈറ്റ് ഷൂട്ട് ആവാൻ പറ്റും, എപ്പോഴും ഡ്രസ്സ് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ടൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് പപ്പൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിങ്ങനെ നിൻ്റെ കോസ്മെറ്റിക് സംഭവങ്ങൾ വാങ്ങിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് രാവിലെ പ്രോട്ടീൻ പൗഡറാണ്, ജിമ്മിൽ പോകണം. അങ്ങനെ ഇത് തന്നെ എൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബോഡി സെറ്റ് ചെയ്ത് വെച്ച് ഇൻ്റർവ്യൂവിൽ പോകണം. അപ്പം 2 ഇൻ്റർവ്യൂ എന്തോ ആയി. അപ്പോൾ അവരിതേപോലെ പറഞ്ഞ് അങ്ങനെ എല്ലാം നമുക്ക് മറ്റേ ബൾക്കി ആൾക്കാരെ കുറച്ച് ലീനായിട്ട് വേണം. അപ്പോൾ ഓണം ലീനാവാനായിട്ട് വർക്കൗട്ട്, ഓട്ടം, അങ്ങനെയൊക്കെ പരിപാടി, സ്വിമ്മിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് 2007 അപ്പം എൻ്റെ അത് പറഞ്ഞ് ഇങ്ങനെ ഇനി നമുക്ക് അതിന് പൈസ തരാൻ പറ്റില്ല, സ്വന്തമായിട്ട് ചെയ്താൽ മതി. എന്നാൽ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ബൈക്കുണ്ട്, ബ്രദറിൻ്റെ ബൈക്കാണ്. അവനപ്പം യമനിൽ പോയി. അപ്പം യമഹാൻ. അപ്പോൾ സ്വന്തമല്ല ബൈക്ക്? അല്ലല്ല, സ്വന്തമല്ല. പിന്നെ അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ ബൈക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ ചേട്ടാ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കൊണ്ടൊന്നും ഇല്ല. നമ്മളെ വീട്ടിൽ ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ബൈക്കാണ്. അപ്പോൾ ആ ബൈക്ക് എനിക്ക് പണിയണം, പപ്പ പൈസ തരൂല എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് 2 കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കുറച്ച് ഇത് മാറ്റണം, ഇൻ്റർവ്യൂസൊക്കെ പോകണം, ബൈക്ക് പണിയണം. അപ്പം അങ്ങനെ ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ ടെക്നോ പാർക്കിൽ പോകണം. ടെക്നോ പാർക്കിൽ കൊടുത്ത് ഇൻ്റർവ്യൂ കിട്ടി. അപ്പം വലിയ സന്തോഷമായി. അപ്പോൾ ഈ ജോലി എന്താണെന്നുള്ള എക്സൈറ്റ്മെന്റിൽ നിന്ന് വണ്ടി പണിത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്, വർക്കൗട്ട് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ അവിടെ ജോലി ചെയ്ത് എങ്ങനെ, ഇതിൻ്റെ സംഭവം എങ്ങനെയാണ്, ഇതിലെങ്ങനെ ഈ ജോലി എങ്ങനെ ബെറ്റർ ആവാം എന്നൊക്കെ നോക്കി നടന്ന് 7 വർഷമായി. അപ്പം 7 വർഷം അവിടെ ജോലി ചെയ്തു. 7 വർഷം അത് ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ ഇറങ്ങി ഞാൻ കുറച്ച് വരയ്ക്കുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റു ആർട്ടിസ്റ്റാണ്. അപ്പം നമുക്ക് നീയും ടാറ്റു ചെയ്യും, നല്ല രസമാണ് നമുക്ക്. പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ ടാറ്റൂയിങ് തുടങ്ങാം. ഞാൻ ടാറ്റൂയിങ് തുടങ്ങി. ടാറ്റൂയിങ് ചെയ്ത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല. അന്ന് എല്ലാവർക്കും മറ്റേ വിക്രമിൻ്റെ കയ്യിലുള്ള സൂര്യനും മമതയുടെ കയ്യിലുള്ള ഗണപതിയും മാത്രം മതി. വെറൈറ്റി ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. വെറൈറ്റി ഒന്നും പിടിക്കാൻ. അപ്പോൾ എനിക്ക് ആ ത്രില്ല് പോയി. ശരിക്കും എന്തടിക്കാനായിരുന്നു ആഗ്രഹം? ഡിഫറെന്റ് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വേറെ പടങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം. ഇത് ശരിക്കും എന്താ? ഇത് റെഡ് ഇന്ത്യൻ ഫേസ് ആണ്. ഇതൊരു റെഡ് ഇന്ത്യൻ പടമാണ്. അതിനകത്ത് കുറച്ച് പാറ്റേൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ. അത് കാണിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? കാണിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അങ്ങനെ ടാറ്റു ചെയ്യുന്നു. അത് ആ സമയത്ത് ഇതുപോലെ വീണ്ടും ഡാൻസിൽ ജോയിൻ ചെയ്ത് ഡാൻസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് താഴെ ടീച്ചറായിട്ടുള്ള ഡെഫിനറ്റ്ലി എനിക്ക് വീണ്ടും പ്രോഗ്രാം തന്നു തുടങ്ങി. എന്നിട്ട് പ്രോഗ്രാം ചെയ്തൊക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും ഡാൻസ് ക്ലാസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എൻ്റെ പറയുന്നു. അതായത് അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ പറയുന്നു, ക്ലാസ് എടുക്കാൻ പറയുന്നു. പിന്നെ 2 മച്ച് ഇൻറ്റു ഡാൻസ് ക്ലാസ് ആയി. ഡാൻസ് ക്ലാസ്സിനോടൊപ്പം എനിക്ക് അപ്പോഴേ ഡോഗ്സിൻ്റെ ഒക്കെ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്, ചെയ്യലൊക്കെ ഉണ്ടാകും. അപ്പം അതും ഇതുമായിട്ട് മാറി. അപ്പോൾ ടാറ്റൂങ് പതുക്കെ നിർത്തി.
ആ സമയത്ത് നമ്മളെ കല്യാണം കഴിഞ്ഞൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് സീരിയലിന്റെ ഇത് വന്നത്. അപ്പൊ സീരിയലിലോട്ട് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്യും. എനിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമാണ്. പറഞ്ഞോളൂ, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടോ? ഇനി എനിക്ക് ഇന്ന മേഖലയിൽ പോകണം, ഇന്ന് ചെയ്യണം, അങ്ങനെ ഭയങ്കര പ്ലാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഞാൻ കാണുവാണെങ്കിലാണ് അങ്ങനെ. ഇപ്പം നേരത്തെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചോദിച്ചില്ലേ എന്തിന് കാളയെ വാങ്ങിച്ചെന്ന് ചോദിച്ചില്ലേ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ജല്ലിക്കെട്ട് കാണാൻ പോയപ്പോൾ എനിക്ക് ആ ജല്ലിക്കെട്ടിന്റെ ഒരു കാളയുടെ പവർ എന്താണെന്ന് ഞാൻ അപ്പോൾ കണ്ടു. എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാവുമ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് കാള, ചുമ്മാ ഒരു കളിയല്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാധനത്തിന് വളർത്തി നോക്കണം തോന്നിയാണ് വാങ്ങിച്ചത്. ഒരിക്കലും കൊണ്ടുപോയില്ല. ഇല്ല, അതെന്താ അങ്ങനെ എൻ്റെ കാളെ അങ്ങനെ കണ്ടവൻ പിടിച്ചു ചേർത്തുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്നേഹവും സമയവും കളഞ്ഞ് വളർത്തുന്ന കാളെ ഏതെങ്കിലും എടുത്ത് പിടിച്ചേർത്തി എനിക്ക് പിടിക്കും. അപ്പൊ വേറെ കാളെ പോയി പിടിക്കട്ടെ. അതെ അതെ അതെ. അപ്പൊ അത് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, കൊണ്ടുവന്നു. പിന്നെ എന്റെ ഭാര്യ തമിഴത്തിയാണ്. അപ്പം മറ്റേ മാട്ടു പൊങ്കലൊക്കെ ചെയ്യുമ്പോൾ ഒറിജിനലി കാളയെ ചെയ്തോട്ടെ. അതെ കാളയെ ചെയ്യണ്ട. അതെ അതെ. പക്ഷെ ഭാര്യ കട്ടക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് എല്ലാം നടക്കും. അങ്ങനെ തന്നെ ആയിട്ട് തന്നെ പോട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ടോം ആൻഡ് ജെറിയും ചെറുപ്പം മുതലേ ടോം ആൻഡ് ജെറി ടോം ആൻഡ് ജെറി ടോം ആൻഡ് ജെറി. ഓക്കെ, നീ മാറ്റാം, ടോം ആൻഡ് ജെസ്സി. അങ്ങനെയാണ് അല്ലേ അല്ലേ അല്ലേ? യെസ്. ഞാൻ നേരത്തെ വായിച്ചു തെറ്റിയതാണോ? ഞാൻ അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ശരിക്കും നമ്മൾ അമൃതനെ പറ്റി കുറെ പറഞ്ഞു. അമൃത ഭയങ്കരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കുട്ടിയാണ്. ഇപ്പൊ സ്വന്തമായിട്ട് വീട് വെക്കുന്നു അല്ലേ? അങ്ങനെ നന്നായിട്ട് പണിയെടുക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. ശരിക്കും അത് മാത്രം മതിയോ? എന്താ വേണ്ട? പറഞ്ഞില്ല, ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചു, ഞാൻ വേറെ അതെടുത്ത് പറയാം. മറ്റേ കാര്യം പറഞ്ഞില്ല. എന്റെ ആങ്കറിങ് കൂടെ കാണാൻ പറയണം എല്ലാരും എടുത്തും. ശരിക്കും ആങ്കറിങ് ചെയ്യാൻ എങ്ങനെയുണ്ട്? നല്ല വെയിറ്റ് കുറഞ്ഞ ഷർട്ടാണെങ്കിൽ തൂക്കിയിടാൻ നന്നായിരിക്കും. അത് കേൾക്കണം, നല്ല പാടാണ്. അപ്പൊ ശരിക്കും ആ ഒരു സ്വപ്ന സാഫല്യം ഇപ്പോഴാണോ സാധിച്ചത്? ആക്ച്വലി അത് സ്വപ്ന സാഫല്യൊന്നും അല്ല. ഞാൻ ചുമ്മാ എങ്ങനെയുണ്ട് ആങ്കറിങ്ങിന് 2 വേർഷൻ ഉണ്ട്. നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പ്രോഗ്രാമും ഇങ്ങനത്തെ ഇന്റർവ്യൂസും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് ആരാണ് വരുന്ന ഗസ്റ്റ് അവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതാണല്ലോ നമ്മുടെ ഇന്റർവ്യൂ ആങ്കറിങ്. ഷോ ഹോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഷോയിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ അഡീഷണൽ ആയിട്ട് കുറെ നമുക്ക് എല്ലാത്തിനും നോളജ് ഉണ്ടാവണം. പിന്നെ വരുന്ന കണ്ടസ്റ്റന്റിന്റെ കാര്യങ്ങൾ, വരുന്ന ഗസ്റ്റിന്റെ കാര്യങ്ങൾ, നമ്മുടെ പിന്നെ ഇതെന്തായാലും സ്പോൺസേഴ്സ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ഓർഡറിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പറയണം. ഓരോ ബ്രേക്കിനും ഓരോ വൈൻഡപ്പിനും ഓരോ ഇൻട്രോയ്ക്കും പറയണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പിഷാരടി എന്റർടൈൻമെന്റ്സിലാണ് ഞാനിപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പിഷാരടിയാണ് എന്റെ പ്രൊഡക്ഷൻ. അപ്പം ഏട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഓരോ ബ്രേക്കിനും പറയുന്നത് ഇതെല്ലാം ഒറ്റ ഷൂട്ട് ചെയ്തിട്ട് അവിടെ സേവ് അങ്ങനെ പറ്റില്ല. അതൊക്കെയാണ് നമ്മുടെ അങ്ങനെ പറ്റില്ല. ബ്രേക്ക് ഇതിപ്പോ ആരെയാ വിളിക്കണത് കഴിയട്ടെ. ഇവളുടെ അവിടുത്തെ പെർഫോമൻസ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ആക്സിഡന്റലി ഒരു ആങ്കർ ആയെന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ഷോ അങ്ങനെ ഹോസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ഷോ അവിടെ തുടങ്ങി. ജസ്റ്റ് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. നമ്മളൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. ആ ഒരു ബാൻഡിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു ആങ്കറിലേക്ക് വരാൻ കുറച്ച് പാടാണ് ചേട്ടാ. നമ്മൾ വിചാരിക്കണം ഇങ്ങനൊക്കെ ഒന്ന് ചെയ്തൂടെ? നന്നായിരിക്കും അല്ലേ? ആണോ? നിങ്ങളെ പറഞ്ഞോ? എന്നാ നല്ലതായിരിക്കും. അത് വെറൈറ്റി മീഡിയയിലാണോ പറഞ്ഞേ? എന്തോ അവൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കണം. അങ്ങനെ പറഞ്ഞായിരിക്കും ഞാൻ. അപ്പം ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നത് ഞാൻ പേടി. അങ്ങനെ നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല എന്നൊക്കെ കാണുന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അതിപ്പോ നമുക്ക് പുറത്തു വിടാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിനുള്ളിൽ ഞാൻ നന്നായിട്ട് അങ്ങനെ ആങ്കറിങ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനിയും ശരിക്കും നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നതായിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അമൃത. വേറെ എന്താണ് നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? എന്തായിരിക്കും? അത് മസ്റ്റ് ആയിട്ടും പറയേണ്ട കാര്യമാണല്ലോ. എല്ലാവരുടെയും ആഗ്രഹം പോലെ എനിക്കും ബിഗ് സ്ക്രീനിൽ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അറിയാം, മിണ്ടാതിരിക്കുകയാണ്. നീ എന്താ ഉദ്ദേശിച്ചത്? തുറന്ന് സംസാരിച്ചോളൂ. അതായത് ഒരു കല്യാണം എന്നൊക്കെ ഉള്ള ഒരു സംഭവം കുട്ടി ഇതിന്റെ ടൈം കിട്ടുമെന്തോ. വീട് വെപ്പ്, അഭിനയം, ആങ്കറിങ് എല്ലാത്തിനും നടുവിലല്ലേ ബിഗ് സ്ക്രീനും.
ശരിക്കും കല്യാണത്തെ പറ്റി അല്ലെങ്കിൽ കല്യാണം ഈ അടുത്തുണ്ടോ? എന്താണ് കല്യാണം എന്ന് പറയുന്നത്? അല്ല ഇവള് ആ വീട് ഇനി പെയിന്റും എല്ലാം കാവി അടിക്കുമെന്നുള്ള പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെന്താ? അല്ല ഇവള് വേണ്ട, കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ചിലപ്പോ 2020 സ്വാമിനിയായിട്ടൊക്കെ ജീവിച്ചാലും മതി. അങ്ങനെ ഒരിക്കലും എനിക്കെത്തൊന്നുമില്ല. 2026 മേ ബി കാണുമായിരിക്കും. അപ്പൊ 25 ഇപ്പൊ, അപ്പൊ അടുത്ത കൊല്ലം. ഒരുപാട് സമയമുണ്ട്. സെപ്റ്റംബറായി, അടുത്ത വർഷം 4 മാസം. ഒരു കാര്യം വ്യക്തമാണ്, എന്തോന്നു എല്ലാം സെറ്റാ. ഓ അങ്ങനെ അങ്ങനെ സെറ്റ് ഒന്നും അല്ല. കാരണം ഇപ്പൊ പ്രായമായല്ലോ, ഞാൻ ഒരു കല്യാണത്തിനൊക്കെ സമയം ആയി തുടങ്ങിയല്ലോ. എവിടെയോ ഒരു പ്രണയം ഇല്ലേ? എനിക്കോ? ഇല്ല. എന്താ അവിടെ ഒരു നോട്ടോ ഇല്ല? ഒരു പ്രേമമേ ഉള്ളൂ. സിനിമ ശരിക്കും പ്രണയമില്ല. അത് ഇത്രയും സുന്ദരിയാണ് അല്ലേ, സുമുഖിയാണ്. എന്നെ അങ്ങനെ ഒരു പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. അതെന്തായിരിക്കും? അതുള്ള അച്ഛന്റെ പേര് നിങ്ങൾ ചോദിച്ചില്ല, മുണ്ടക്കിൽ ശേഖരൻ. അത് പിന്നെ ആർക്കാണോ സിനിമയിലെ ക്യാരക്ടറാണെന്ന്. അച്ഛന്റെ പേരെന്താ ശരിക്കും? വിജയകുമാർ. അല്ല ശരിക്കും ഞാൻ ചോദിക്കാം, ഇത്രയൊക്കെ ഗ്ലാമറുള്ള ഒരു കൊച്ചിനെ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ കാര്യം, പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞവരൊക്കെ അവളെ പരിചയപ്പെടുമല്ലോ, അതാണ് കാര്യം. അപ്പൊ അതെന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? അല്ല അങ്ങനെ പ്രപ്പോസ് അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ തളര്. ഇവളെ എന്ത് ചെയ്ത് ഇമ്പ്രസ് ചെയ്യുമോ? കഴിക്കാൻ വെളി വരൂല, പാട്ട് ഇഷ്ടമല്ല, ഡാൻസ് ഇഷ്ടമല്ല, പടം വരയ്ക്കാൻ ഇഷ്ടമല്ല, ഒന്ന് അവ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. മറ്റേ ബാറ്ററി അമൃത അമൃത ചോദിക്കും ഉള്ളിയുടെ വില എത്ര, മണലിന്റെ വില എത്ര, 1 കിലോ ഉള്ളിയുടെ വില എത്ര, മണലടിക്കുവോ, ഡ്രൈവിംഗ് അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഡ്രൈവിംഗ് എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് പാർട്ണർ എന്തായാലും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ചേട്ടൻ ഉള്ളിയുടെ വില കാര്യം ചോദിക്കാൻ എനിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ ഞാൻ പറയും, ചേട്ടാ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക, ചേട്ടാ ഞാൻ പുറത്ത് നിൽക്കുക. അപ്പൊ പുറത്ത് പോകുന്നതിന്റെ അർത്ഥം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഉള്ളിക്ക് ഇത്ര വില, വെളിച്ചെണ്ണയ്ക്ക് ഇത്ര വില എന്നൊക്കെ. അതൊരു തെറ്റല്ലല്ലോ. അല്ലല്ലോ, തീർച്ചയായും നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കുട്ടി വാങ്ങിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ കല്യാണം കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഭർത്താവിന് വേണ്ട ഒരു 5 ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു ഭാവി വരന് വേണ്ട 5 ക്വാളിറ്റി. ഭാവി വരന് വേണ്ട ക്വാളിറ്റീസ് പറഞ്ഞു കേട്ടിക്കൂടെ അറിയല്ല. അല്ല നന്നായിട്ട് നോക്കണം. പിന്നെന്താണ്, എന്റെ ആരെ നോക്കണം? പിന്നെ നല്ലൊരു ജോലി ഉണ്ടാവണം, നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. നല്ല ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെന്റ് ജോലി? വേണ്ട, നല്ല പൈസ, നല്ല ജോലി. അല്ല ആ നല്ലത് എന്താ? അത്യാവശ്യം ഈ മനുഷ്യന്റെ അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്ന ഒരു അത്യാവശ്യം പൈസ, 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ. ഞാൻ നാളെ ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി അതെ മറ്റന്നാളാവുമ്പത്തേക്ക് മാറും. ഈ മനുഷ്യന്റെ കൂടെ ഇതാ ഇല്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സത്യം പറയാം. ഒന്നുമില്ല, സത്യം പറയാം. എനിക്ക് അറിയാത്, ഇതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇരുന്ന് പറയാറുണ്ട് കേട്ടോ. എന്താ എന്താ പറഞ്ഞ എനിക്കൊന്ന് കാണണം. എങ്കിൽ പറയട്ടെ, നീ ചോണെന്ന് ഞാൻ പറയും. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആൾക്കാർ പലതും ഉദ്ദേശിച്ചുകൂടെ? ആൾക്കാരെ ഉദ്ദേശിച്ച് ഇവളെ കയ്യിലാണ്. അവരെന്താ ഉദ്ദേശിക്കട്ടെ? ഇതെന്ത് കഷ്ടം. ആൾക്കാർക്ക് ഉദ്ദേശം സ്വാതന്ത്ര്യം പോലെ ഇവിടെ കൊടുക്കൂലേ? അല്ല എന്റെ കാര്യത്തില് നീ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചോട്ടെ, നീ ഇതാണ് അമൃത, ഇതിനെ പറ്റി ഇത്ര ഉദ്ദേശിക്കാം. അല്ല പിന്നെ എന്തൊക്കെയോ അറിയാവുന്നൊരു ധാരണയാണ് പുള്ളിയുടെ. എന്തൊക്കെയാന്ന് അറിഞ്ഞൂടാ, പക്ഷെ കല്യാണം കഴിക്കുന്ന സംഭവം അറിയാതെ പറഞ്ഞോളൂ. അതെന്താ ചുമ്മാ പറയുന്നത്, എന്നെ ഇട്ട് ഇണക്കാൻ വേണ്ടി പറയാം. ആണോ ആണോ നിങ്ങളെ വെല്ലുവിളിച്ചവള്? അപ്പൊ വെല്ലുവിളിച്ചവള് വെല്ലുവിളിക്കണത് കരയാൻ വേണ്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നാളെ കൂടെ അഭിനയിക്കാനുള്ളതാണ്. ഇവള് വെല്ലുവിളിച്ചിലൂടെ കരഞ്ഞിട്ടുന്ന ചേട്ടാ. 3 ക്വാളിറ്റി ആയിട്ടുള്ളൂ, 2 കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം നന്നായിട്ട്. പിന്നെ ഇനി എന്താ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ച് അത് ക്വാളിറ്റി അല്ല, അത്
അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് വേണം, അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ദാമ്പത്യത്തിലോട്ട് കടക്കുമ്പോൾ ഞാൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരാൾ വന്നാൽ എന്നെ നന്നായിട്ട് ഈ ക്വാളിറ്റി അതല്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ കാണാൻ ഇങ്ങനെ ഇരിക്കണം, അതാണ് ക്വാളിറ്റി. കാണാൻ എങ്ങനെ ഇരിക്കണം? ആരെപ്പോലെ ഇരിക്കണം? അർജുനേട്ടനെ പോലെയൊക്കെ നമുക്ക് അങ്ങനെ ഒരാളെയും വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാവും. ചിലർ പറയും നല്ല ഹൈറ്റ് വേണം, നല്ല വെയിറ്റ് വേണം, കണ്ടാലും ഇങ്ങനെ മാസമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറമാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് കിട്ടുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷൻ വേറെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൗന്ദര്യത്തിനൊന്നും എനിക്ക് വലിയ സങ്കല്പമൊന്നും ഇല്ല. ഇല്ല. അപ്പൊ അർജുനേട്ടനെ പോലത്തെ ഏകദേശം ഒരാൾ മതി. ഏട്ടനെ പോലെയോ? എനിക്ക് സൗന്ദര്യം അതാണെങ്കിൽ എടുത്തു പറയണം. കാരണം അർജുൻ ചേട്ടൻ ഫാമിലി ടേക്ക് കെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ആയിട്ടാണ്. സൗഭാഗ്യം ഒരു ദിവസം ഒരു 150 പ്രാവശ്യമെങ്കിലും പറയായിരിക്കും. എന്താ പറയുന്നത്? മീൻസ് വൈഫിനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അവള് നോക്കും, അല്ലെങ്കിൽ എല്ലാം നല്ല രസമാണ്. പുള്ളി ഫാമിലി നോക്കുന്നത്, ഫാമിലി മാനാ. അത് വളരെ അസൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പല ഇന്റർവ്യൂസിലും ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നത്. അത് അവരുടെ റിയാലിറ്റി, അവരങ്ങനെയാണ്. റിയലി അവരെ കാണാൻ അങ്ങനെയാണ്. ഭയങ്കര ടച്ച് വുഡ് അങ്ങനെ ഇരിക്കട്ടെ ഭഗവാൻ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ സ്നേഹമുള്ള ഒരു ആളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളൂ. അതെ, നിങ്ങളെ പോലെ സ്നേഹമുള്ള ഒരാളായിരിക്കണം. ഇല്ല, ഞാൻ പറഞ്ഞത് അതേപോലെ സൗഭാഗ്യപ്പോലത്തെ ഒരാളെ കിട്ടിട്ട് നിന്റെ ഇൻട്രസ്റ്റിനെല്ലാം നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാള്. എനിക്ക് അങ്ങനെയാണ്. സൗഭാഗ്യനെ പോലത്തെ ഒരു പാർട്ണറെ കിട്ടട്ടെ. സൗഭാഗ്യ ചേച്ചി ചേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കും. ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു വീട്ടില് ചേച്ചി ഡെയിലി വ്ലോഗ്സ് ഇടുവല്ലോ, അതുപോലെ നമുക്ക് ആർക്ക് പറ്റും? ഒരു വീട്ടിൽ മീൻസ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസർ ആണ്, ഒരു ആക്ട്രസ് ആണ്, ഒരു ഡാൻസർ ആണ്, അതിൽ ഒരു അമ്മയാണ്, വൈഫാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇത്രയും പെറ്റ്സിനെ ഇത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനൊരു ദിവസം ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് ഫുൾ ടയർഡ്നെസ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചേച്ചി ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യമല്ല. അതിനിടയ്ക്ക് കൊച്ചു മോളെയും കൂടെ നോക്കണം. ഒരു വണ്ടർ വുമൺ അല്ലേ? പിന്നെ തീർച്ചയായും അല്ലേ? തീർച്ചയായും അതുപോലെ തന്നെ. ഓക്കെ, ഞാൻ നമ്മുടെ ഇപ്പം കറന്റ്ലി അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 7 സോറി, ഞാൻ ബിഗ് ബോസ് ഒരു ആളല്ല കേട്ടോ, അതുകൊണ്ടാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറ് പേളി ചേച്ചിയുടെ ഒക്കെ ആ ഒരു ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് പേജിൽ വരുന്നതും യൂട്യൂബിൽ വരുന്നതൊക്കെ കാണും. ഇപ്പൊ എന്റെ ഫ്രണ്ട് അതിനകത്തുണ്ട്, ബിന്നി സെബാസ്റ്റ്യൻ. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അവൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ. എങ്ങനെയുണ്ട് ബിന്നിയുടെ ഗെയിം ഇപ്പം? അമൃതര ഒരു ലെവലിൽ അത്ര എത്തുന്നില്ല. ബിഗ് ബോസിൽ പോയി നിൽക്കാൻ ഒരു പ്രത്യേക ഒരു ഗട്സ് വേണമല്ലോ. അത് അവൾക്ക് നന്നായിട്ടുണ്ട്, അത് അവൾ ചെയ്യുന്നുണ്ട്. അവൾ എങ്ങനെയാണോ റിയലായിട്ട് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവളോട് നിൽക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾക്ക് പറയേണ്ട രീതിയിൽ മറുപടി പറയും. ഒരു കാര്യം ഇങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും ചേട്ടാ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലൊക്കേഷൻ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ആരോടും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. ഒരു പ്രശ്നം വന്നാൽ അവൾ അതിൻ്റെതായിട്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അതുപോലെ അവൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്നോണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അമൃതയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ ബിഗ് ബോസ്? ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അല്ല, ഒരു 2 സീസണിന് മുന്നേ ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോകാന്നുള്ളത്. പക്ഷെ ഞാനൊരു ബിഗ് ബോസിനെ പറ്റിയ ഒരാളല്ല, ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ചേട്ടൻ കാണാറുണ്ടോ ബിഗ് ബോസ്? ഇല്ല, അങ്ങനെ കാണൂല എന്നും പറയാൻ പറ്റില്ല. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളും അല്ല. ഈ ബിഗ് ബോസ് കാണാറില്ലെങ്കിലും സൗഭാഗ്യ കഴിഞ്ഞ സീസൺ വരെയൊക്കെ ഭയങ്കര സ്ഥിരമായിട്ട് കാണുമായിരുന്നു. നമ്മളിപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട് ബിഗ് ബോസിനെ പറ്റിയൊക്കെ. അപ്പൊ ഈ സീസൺ കണ്ടില്ല? ഈ സീസൺ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് മറ്റേ എനിക്കിങ്ങനെ ഫുൾ ഇവരായിട്ടൊക്കെ നിൽക്കാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ ടി വിയുടെ കൂടെ ഇരുന്നാൽ പിന്നെ കഴിഞ്ഞ് എനിക്ക് പെറ്റ്സിൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അതിൽ കണ്ടിരുന്ന ടൈം അല്ലേ? അതെ, നമ്മൾ എന്തായാലും കണ്ടോണ്ടിരിക്കും. നിങ്ങളെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോവോ? എന്നെ വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ അന്ന് സാജൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സാജൻ സൂര്യ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയാണെന്ന് തോന്നുന്ന ഒരു ഐഡിയ കൊടുത്ത് തന്നെ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് എൻ്റെ പപ്പ മരിച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ബിഗ് ബോസ് പോകാനൊക്കെ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നു. പക്ഷെ എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കൊള്ളൂല. അപ്പോൾ പിന്നെ എങ്ങനെയാ പോവാ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അതുപോലത്തെ ഗെയിംസ് ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റും. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. വീട്ടിൽ നിന്ന് മാറി മാത്രം ബിഗ് ബോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല, അതിൽ വലിയൊരു ടാസ്കാ അല്ലേ? നമ്മൾ ആരും ടാസ്കിന്റെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് എൻ്റെ പ്ലേസ് വേറൊരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല.
ഇവിടെ നിന്ന് സൗഭാഗ്യക്ക് മാറിപ്പോയിട്ട് സൗഭാഗ്യക്ക് ഒരാളെ നിർത്താൻ പറ്റില്ല. ഇല്ല. അപ്പം എൻ്റെ പകരം വേറെ ആളോടെ നിന്ന് വന്നാൽ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ പട്ടി അടിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഏട്ടന്റെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് വേറൊരാൾക്ക് ഏട്ടന്റെ സ്ഥാനത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഏട്ടൻ മാത്രം. അല്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ പോവോ? ഇല്ലല്ല, ഇനി പോവൂല. അതായത് നമുക്ക് അവിടുന്ന് ഗെയിം കളിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, വീട് വിട്ട് പോവാൻ പറ്റില്ല. വീട് വിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു എൻട്രി തന്നാലോ? കപ്പിൾ എൻട്രി കഴിഞ്ഞ് ഇന്നതോടെ തിരിച്ചു വരുമ്പോൾ വീട് മയ്യപ്പെട്ടി. അതാണ് ഞാൻ എൻ്റെ ഭാര്യയെ പിഴിഞ്ഞിരിക്കാൻ പ്രേമോ നല്ല പറഞ്ഞത്. ഇവിടെ നിന്ന് ഇപ്പം ഈ പറഞ്ഞ കാളയുടെ കാര്യം നോക്കുന്നത് ഇപ്പം ഞാനാണ്. സൗഭാഗ്യക്ക് അതിനെ പിടിച്ച് മറ്റേ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ കയറ് മാറ്റണം, മൂക്ക് കയറ് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ നേരത്തെ എനിക്കങ്ങനെ പരിചയമില്ല. എൻ്റെ വീട്ടിൽ പശുക്കളെയും അങ്ങനെ വളർത്തി അങ്ങനത്തെ ആൾക്കാരല്ല. അവർ രണ്ടുപേരും ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് അവർ രണ്ട് ഗവൺമെൻറ് ജോലിയിൽ ഇരുന്ന ആൾക്കാരാണ് എൻ്റെ പാരൻസ്. പപ്പ ടീച്ചറാണ്, അമ്മയും ടീച്ചറായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു 5 സെൻസിലൊരു വീട് അങ്ങനെ നമ്മൾ താമസിച്ചിരിക്കും. അവിടെ കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ടാകുന്നുള്ളതല്ലാതെ ഇങ്ങനെ ഭയങ്കര വാസ്റ്റ് രീതിയിലൊന്നും പെറ്റ്സിനെ കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം നമ്മളിതൊക്കെ വളർത്തുമ്പോൾ അതൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളർത്തും. നമ്മുടെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം ചേർന്നാണ്. സൗഭാഗ്യം എൻ്റെ മോളും എൻ്റെ മക്കളും എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. കൂടാതെ ഈ മക്കളും അതും അവരെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ. ഓക്കെ. അപ്പൊ എന്താ പറയാ, അർജുൻ ചേട്ടൻ, അമൃത ചേച്ചി, പിന്നെ അമൃത മോള്. എന്തായാലും എന്താ പറയാ, നമ്മുടെ സീരിയല് ടോം ആൻഡ് ജെറി ഒരുപാട് നല്ല നല്ല എപ്പിസോഡുകൾ ഒരുപാട് എന്താണോ അത് മറ്റേ തലയിരിക്കോ? ടോം ആൻഡ് ജെസ്സി അല്ലേ? ഒരുപാട് എപ്പിസോഡുകൾ മുന്നോട്ട് പോട്ടെ. ഒരുപാട് നല്ല നല്ല എന്താ പറയാ, നമ്മളിപ്പോ ചെയ്ത സീരിയലുകളൊക്കെ ഇല്ലേ, അതിനോടൊപ്പം അല്ലെ അതിനേക്കാൾ മുകളിൽ എത്താൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.